ഹലോ ഫ്രണ്ട്സ്, ഹണ്ടർ വിത്ത് സ്കേപ്പിലെ എപ്പിസോഡ് 5 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. കുട്ടിയായ സെഹ്യൂനും അമ്മയും കൂടിയിട്ട് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു റൂമിൽ നിന്നും അങ്ങോട്ട് കയറി വരുന്ന അച്ഛനാണെങ്കിൽ അമ്മയെ വലിച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുന്നതും വാതിലടച്ചിട്ട് നന്നായി തന്നെ തല്ലുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ അലറി കരയുന്നതും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മോളെ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞായി എത്തുന്ന സെഹ്യൂനാണെങ്കിലും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് അതായത് ചെവിയൊക്കെ പൊത്തിയിരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നതും പിന്നീട് പ്രസന്റിൽ ഇതൊക്കെ ആലോചിക്കുന്ന ഇവള് പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ് കേട്ടോ. ഇവള് റെന്റിന് ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ യോങ് ചാനൽ. സോ ആ ഒരു മെസ്സേജ് വരുമ്പോൾ നൈസായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേ ടൈമിൽ പോലീസ് ഓഫീസിലാണെങ്കിലും കേസ് അന്വേഷിക്കുന്ന ജഹ്യുവിൻ്റെ അടുത്തേക്ക് വരുന്ന ആ ന്യൂഡിൽസ് തലയനാണെങ്കിൽ CCTV ഫൂട്ടേജസ് മൊത്തം അവിടെ നിരത്തുകയാണ് കേട്ടോ. അങ്ങനെ ഈവൻ ആ ഫസ്റ്റ് മരിച്ച വിക്ടിമിൻ്റെയും ജഹ്യുവിനാണെങ്കിൽ ആ മിൻഹോയുടെ ആ ഒരു CCTV ഫൂട്ടേജും ചെക്ക് ചെയ്യാന്ന് അവിടെ പറയുന്നുണ്ട്. ഇവളാണെങ്കിലോ യോങ് ചാനൽ ഒരു ഫ്ലാറ്റ് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഈ ലേഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാൾപേപ്പർ മാറ്റാം, ഒന്ന് പെയിന്റ് അടിച്ച് സെറ്റാക്കാന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ഡോർ ലോക്ക് ആവാത്തത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന്. സെഹ്യൂനാണെങ്കിൽ ഇന്ന് തന്നെ മാറാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ ഇതൊക്കെ സെറ്റാക്കേണ്ടെന്ന് ചോദിക്കുന്ന ലേഡിയോട് അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഈ ലേഡിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ലേഡി പറയുന്ന ടൈമിൽ പക്ഷേ ഈ ഡോറിൻ്റെ ലോക്ക് അത് എത്രയും പെട്ടെന്ന് ഫിക്സ് ആക്കി തരണം എന്നാണ് സെഹ്യൂൻ അവിടെ പറയുന്നത്. അല്ല നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഈ ലേഡി ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ഒന്നും തിരിച്ചു പറയുന്നില്ല. ഇതേ ടൈമിൽ ജഹ്യുവിൻ്റെ കൊളീഗ്സ് ആണെങ്കിൽ മരിച്ച മിൻഹോയുടെ ഗേൾ ഫ്രണ്ടിനെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ പെണ്ണാണെങ്കിലോ ഇവളേനെയാണ് കേട്ടോ കുറ്റം പറഞ്ഞത്. നിങ്ങൾ കാണുന്നത് പോലെയൊന്നുമല്ല, സെഹ്യുവിൻ്റെ ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ്. തൻ്റെ മുകളിലേക്ക് ആരേനും വളരാൻ അവൾ അനുവദിക്കത്തില്ല. എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ എത്ര കാലമെന്നറിയാം അവളുടെ കാൽച്ചുവട്ടിൽ കിടന്നത്. അവസാനം രാത്രിയും പകലൊക്കെ അധ്വാനിച്ചിട്ടാണ് ഒരു കേസ് കിട്ടിയത്. എന്നിട്ടോ കണ്ടില്ലേ അതിൻ്റെ അസൂയ അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതും ഏത് കേസാണെന്ന് ഇവർ ചോദിക്കുമ്പോൾ ആ അത്ലറ്റിൻ്റെ ഡ്രഗ് കേസാണെന്ന് ഇവൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു പെണ്ണ് കാരണം എൻ്റെ ബോയ് ഫ്രണ്ട് നന്നായിട്ട് ഫെഡപ്പ് ആയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാക്സിമം നന്നായിട്ട് അന്വേഷിക്കണം, അവൾക്കും എന്തെങ്കിലുമൊക്കെ പങ്കുണ്ടായിരിക്കുമെന്ന് ഈ ലേഡി അങ്ങ് പറയുകയാണ് കേട്ടോ. ഓഫീസേഴ്സ് ആണെങ്കിലും ഇവരെന്തൊക്കെ ഈ പറയുന്നേ, ആ ലേഡി തന്നെയല്ലേ ഇതൊരു സീരിയൽ മർഡർ കേസാന്നൊക്കെ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ അവരെ പറ്റിയിട്ടാണോ പറയുന്നതെന്ന് ഇവരവിടെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ മിസ്റ്റർ ചോയി ആയിരിക്കും കേട്ടോ. ഈ ലേഡീസൊക്കെ ആണെങ്കിൽ മിസ്റ്റർ ചോയ്ക്ക് വായിലൊക്കെയാണ് ഫുഡ് വാരി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന ടൈമിലാണ് പോലീസ് ഇങ്ങനെ പെട്രോളിങ്ങിന് പോകുന്നത്. ഇത് കാണുന്ന ഈ ലേഡീസ് ആണെങ്കിൽ അല്ലേ ഈ പോലീസുകാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൊന്നാള് ഞാനാ കൊന്നേന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ചോയി ആണെങ്കിലും അല്ല അത് പിന്നെ ആളുകൾക്ക് കുറച്ച് സേഫ് തോന്നും, എപ്പോഴും ഇവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ എന്നങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലത്തെ ഒരു ലേഡിയുടെ വീട്ടിലേക്കാണ് ഇവൾ താമസിക്കാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെ എൻ്റെ വീട് ഇപ്പോൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലോക്ക് ശരിയല്ല, ഒന്ന് ശരിയാക്കി തരാൻ പറ്റുമെന്ന് മിസ്റ്റർ ചോയിയോടാണ് കേട്ടോ ചോദിക്കുന്നത്. വേറെ ആരെയും കിട്ടിയില്ല. അപ്പോൾ ഇയാളാണെങ്കിൽ അയ്യോ ഇന്ന് പറ്റത്തില്ല, കാരണം എൻ്റെ വൈഫിൻ്റെയും മകളുടെയും ഡെത്ത് ആനിവേഴ്സറി ആണെന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങ് ഫീൽ ആവുകയാണ്. അയ്യോടാ അതായിരുന്നു അല്ലേ, അല്ല സോളിൽ നിന്ന് വന്ന ഒരു ഫോറൻസിക് ഓഫീസറാണ്, അവർക്ക് എന്തൊക്കെയോ ഡ്യൂട്ടി ഉണ്ടെന്ന് തോന്നുന്നു, ഇയാൾ എത്രയും പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി തന്നാൽ മതിയെന്ന് ഈ ലേഡി അവിടെ പറയുന്നുണ്ട്. ജെങ്ഹ്യൂനും ഈ നൂഡിൽസ് തലയനാണെങ്കിൽ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ മിൻഹോനെ കുറേ ടൈമിലൊന്നും ആരും മിൻഹയെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ ചില സമയത്ത് ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്. സോ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സോളിലേക്ക് പോവുകയാണെന്ന് ഇവൻ പറയുന്ന ടൈമിലാണ് ഒരു കോള് വരുന്നത് കേട്ടോ. അതായത് നേരത്തെ സെഹ്യൂൻ പറഞ്ഞിരുന്നു ഒരു ടീം സോളിൽ നിന്നും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. സോ ആ ആളുകൾ യോങ് ചാനലി ഹോസ്പിറ്റലിൽ എത്തിയെന്ന് അറിയുന്നതും ഇവനാണെങ്കിൽ നേരെ ഇവിടെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഇവളാണെങ്കിൽ കോട്ടും അതുപോലെ മുഖം മറയ്ക്കുന്ന തരത്തിൽ സ്കാർഫൊക്കെ ഇട്ട് താഴത്തേക്ക് ഇറങ്ങുന്നതും കറക്റ്റ് ഈ ലോണ്ടറി ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. പക്ഷേ അത് ക്ലോസ്ഡ് ആയിരിക്കും. ജെങ്ഹ്യൂൻ ആണെങ്കിലും സെഹ്യൂനോട് നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു ഡോക്ടർ ടീം യോങ് ചാനലിലേക്ക് എത്തി, നിങ്ങൾ എപ്പോഴും എത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ നാളെ എത്തുന്നുള്ളൂ എന്ന് ഇവൾ കള്ളം പറയുകയാണ്. ഇവൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലേ ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ വരാമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവൾ കോള് കട്ട് ചെയ്യുന്നതും പിന്നീട് കാണിക്കുന്നത് മിൻഹോയുടെ ശരീരം കിട്ടിയ സ്ഥലത്തേക്കാണ് കേട്ടോ ഇവൾ എത്തുന്നത്. ഇവളാണെങ്കിൽ ആ പോസ്റ്റിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ട്രോളിയായിട്ട് വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ പിടിച്ചുവെന്ന്. ഇല്ല, ഇത് ഇവളുടെ ഇമാജിനേഷനാണ് കേട്ടോ, ഇത് ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. സോ ആ പെൺകുട്ടി അവിടെ അടുത്തങ്ങ് വന്ന് ഇരിക്കുന്നതും എന്തൊരു പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ജസ്റ്റ് ആളുകളെ കണ്ടെത്തി കൊടുക്കും അങ്ങനെ എന്തോ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് ഇവൾക്ക് ഈ പെൺകുട്ടിയെ നോക്കുന്ന ടൈമിൽ ഇവൾ പാസ്റ്റിലേക്ക് പോവുകയാണ്. അതായത് അച്ഛൻ അമ്മയെ നന്നായി ഇടിച്ചു എന്ന് പറഞ്ഞല്ലോ റൂമിൽ കയറ്റിയിട്ട്, അതിനുശേഷം
അച്ഛൻ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് അമ്മ ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ്. എന്നാൽ മകളായ ഇവള് അമ്മേനൊന്നും നോക്കാൻ പോലും പോകുന്നില്ല കേട്ടോ. പകരം പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ടോയ്ലറ്റിൽ പോയിട്ട് ഒരു തുണിയിൽ വെള്ളമൊക്കെ മുക്കി അച്ഛൻ നടന്ന സ്ഥലത്തൊക്കെ ഈ രക്തത്തിന്റെ പാടുണ്ടായിരിക്കുമല്ലോ, അത് തുടയ്ക്കുന്ന മകളെയാണ് ഈ അച്ഛൻ അതിശയത്തോടു കൂടി നോക്കുന്നത്. ജംഗ്ഹ്യൂൻ ആണെങ്കിലും സോളിൽ എത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മിൻഹോ ഇറങ്ങി അതേ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതും അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരിക്കും, അവിടെ നിന്നും ഫുട്ടേജ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ വെച്ചിട്ട് ഈ പിന്നാലെ ഇറങ്ങിയ ആ ഒരു മാസ്ക് ഒക്കെ ധരിച്ച ആൾ മറ്റൊരു വഴിക്ക് പോകുന്നതാണ് ജംഗ്ഹ്യൂൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അതിനുശേഷം വീട് എത്തുന്നത് വരെ മിൻഹോയെ ആരും ഫോളോ ചെയ്യുന്നില്ല. അതിനുശേഷം മറ്റൊരു CCTV ഫുട്ടേജ് നോക്കി ഇതിൽ നിന്ന് എന്തെങ്കിലും പിക്ചർ കിട്ടാൻ പറ്റുമോ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇതേ ടൈമിൽ യോങ്ചാനിലുള്ള സെഹ്യൂൻ ആണെങ്കിൽ ഒരു ബസ്സിൽ കയറുന്നതും ആ ബസ് ഒരു ടണലിലേക്ക് അങ്ങ് കടക്കുന്ന ടൈമിൽ തൊട്ടടുത്തായിട്ട് മിൻഹോനെ ഇവൾക്ക് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ആകെ പേടി പോലെയൊക്കെ ആകുന്നുണ്ട്. ആ ടൈമിലാണ് ഇവളൊരു മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് കേട്ടോ. അതായത് മിൻഹോയായിട്ട് ലാസ്റ്റ് പോയ ടൈമിൽ ഇവൾ ഈ ഗ്ലാസ്സിലായിട്ട് ഒരാൾ ബാക്കിലിരിക്കുന്നത് പോലെ അന്ന് കണ്ടിരുന്നു, പക്ഷെ അന്ന് കാര്യമാക്കിയിരുന്നില്ല. അത് ശ്രദ്ധിക്കുന്ന ഇവൾക്ക് ആകെ ടെൻഷൻ ആകുന്നതും പെട്ടെന്ന് തന്നെ ഒരുപാട് പിന്നിലുള്ള അയാൾ തൊട്ടടുത്തേക്ക് വരുന്നതും സെഹ്യൂൻ എന്ന് വിളിക്കുന്നതൊക്കെയാണ് കേട്ടോ ഇവൾ ആലോചിക്കുന്നത്. ഇത് ആലോചിക്കുന്ന ടൈമിൽ തന്നെ ഇവൾ ആകെ അങ്ങ് തരിച്ചു പോകുന്നുണ്ട്. ജംഗ്ഹ്യൂൻ ആണെങ്കിൽ കുറച്ചങ്ങ് നടക്കുമ്പോൾ, അതായത് അവസാനമായിട്ട് മിൻഹോ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവൻ ഗേൾ ഫ്രണ്ടിനോട് സംസാരിച്ചു പോകുന്നതൊക്കെ ഇവൻ അങ്ങ് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ബസ് ഇറങ്ങിയ ടൈമിൽ പിന്നാലെ വന്ന ഈ മാസ്ക് ഒക്കെ ധരിച്ച ആൾ മറ്റൊരു വഴിക്ക് പോകുന്നുണ്ട്. അതിനുശേഷം വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ മിൻഹോയുടെ തൊട്ടു പിന്നാലെ എത്തുന്നുണ്ട് കേട്ടോ. സോ അതിനുശേഷം ഇവരിങ്ങനെ മുന്നോട്ട് നടക്കുന്നതും ഇവൻ്റെ വീട്ടിലേക്കുള്ളൊരു ചെറിയ റോഡ് ഉണ്ടായിരിക്കും, അവിടെ വെച്ചിട്ട് ഈ CCTV ഫുട്ടേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സീനൊക്കെ കട്ടാവുകയാണ്. പിന്നീട് ഒന്നും കിട്ടിയിട്ടില്ല. ഇവനാണെങ്കിൽ ആകെ സംശയിച്ച് നിൽക്കുന്ന ടൈമിൽ ഈ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഈ ട്രക്ക് നിർത്തിയിട്ടുള്ളതും ഇവളുടെ അച്ഛനാണെങ്കിൽ അവിടെ തീ കായുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത്. ഈ കൂടെയുള്ള പെൺകുട്ടിയാണെങ്കിൽ അച്ഛ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ക്ലീൻ ആക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. സെഹ്യൂൻ ആണെങ്കിലും എന്നാലും ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ട് സെഹ്യൂൻ എത്തുന്നത് കേട്ടോ. ഡോക്ടർ എന്താ ഇവിടെയെന്ന് ഇവനാകെ സർപ്രൈസ്ഡ് ആയിട്ട് ചോദിക്കുന്നതും പിന്നീട് കാണിക്കുന്നത് ഈ മിസ്റ്റർ ചോയി ആണെങ്കിൽ ഈ ട്രക്കിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ കുറേ ബ്ലഡൊക്കെ ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ കാണിച്ച, അതായത് ഡ്രൈ ക്ലീനിങ് ആയിട്ട് കംപ്ലൈൻറ്റ് വന്ന ഒരു പെൺകുട്ടിയായിരിക്കും കേട്ടോ അവിടെ വിവസ്ത്രയായിട്ട് കിടക്കുന്നുണ്ടായിരിക്കുക. സോ ഒരുപാട് അനാട്ടമിയുടെ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കും. ഈ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത് പോലെ സിസേഴ്സോ കത്തിയോ ഒന്നും അല്ല, പകരം ഈ മരമൊക്കെ മുറിക്കുന്ന അതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ എറിച്ച് വെട്ടുന്നൊരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പുറത്തിരിക്കുന്ന ഈ പെൺകുട്ടിയാണെങ്കിൽ കൂളായിട്ട് ഫുഡും കഴിക്കുന്നുണ്ട്. ജംഗ്ഹ്യൂനും സെഹ്യൂനാണെങ്കിൽ പിന്നീട് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ CCTV ഫുട്ടേജ് കാണിച്ചു കൊടുത്ത് ഇയാളെ വല്ല ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല എന്ന് പറയുന്നതും ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ച് ഫുഡ് കഴിക്കുന്ന ഇവനാണെങ്കിൽ ഫസ്റ്റത്തെ വിക്ടിമിൻ്റെ ഡ്രഗ് ടെസ്റ്റിന് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ട് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഇവൾ കള്ളം പറയുകയാണ് കേട്ടോ. അതായത് റിസൾട്ട് വന്നിരുന്നു, അതിൽ ലാർജ് എമൗണ്ട് ഒരു കെമിക്കൽ ഇവർ കണ്ടെത്തുന്നുണ്ട് കേട്ടോ, പാരലൈസ് ആയി പോകുമെന്നൊക്കെ പറഞ്ഞില്ലേ, എന്നാൽ ഇവൾ അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇവനാണെങ്കിൽ അതെ ഈ ഒരാൾ യോങ്ചാനിലുള്ളതാണ് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ അതെന്താ കാര്യമെന്ന് ചോദിക്കുന്ന ഇവളോട്, അല്ല ഞാനിത് നോക്കുമ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും CCTV ഉണ്ട്, സോ അത് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളും ആവാന്നൊക്കെ ഇവൻ സംസാരിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിലും അങ്ങനെയാണെങ്കിൽ അയാൾ മാക്സിമം ഹൈഡ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഫോറൻസിക്കിൽ നിന്നും ഇവൾക്കൊരു കോൾ വരുന്നത്, അതായത് ഫസ്റ്റ് വ്യക്തിയിൽ നിന്ന് കിട്ടിയ അതേ ഡ്രഗ് തന്നെ മിൻഹോയിലും യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ അതേലേ എന്നൊക്കെ പറഞ്ഞങ്ങ് കോൾ കട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അതും ഇവനോട് പറയുന്നില്ല കേട്ടോ. അല്ല ഈ ഡ്രഗൊന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഇഞ്ചക്ഷൻ ചെയ്ത പാടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് അത് ജസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബോഡി ഇങ്ങനെ അഴുകിയിട്ടൊക്കെയല്ലേ കിട്ടിയ ഡൗട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതും അങ്ങ് നൈസായിട്ട് ഒഴിവാക്കുകയാണ് കേട്ടോ. ആ ടൈമിലാണ് ഇവനൊരു കോള് വരുന്നതും കണ്ടെത്തിയോ എന്നിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ആകെ ഒന്ന് സംശയത്തോടു കൂടി ഇവനെ നോക്കുന്നുണ്ട്. പിന്നീട് തിരിച്ചു പോകുന്ന ഇവളാണെങ്കിൽ ഇവനൊരു കോള് വന്നല്ലോ, അതെന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് അവർ കണ്ടെത്തുന്നതിന് മുന്നേ എനിക്ക് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ പോകുന്ന ടൈമിലാണ് ഒരു ഡെഡ് ബോഡി തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. സോ ഇവിടെ ചെറുതായിട്ടൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. സോ ആ ഒരു ലേഡി ആണെങ്കിൽ ഒരു വൈറ്റ് ഗൗണൊക്കെ ആയിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക, നേരത്തെ കാണിച്ച ഒരു പെൺകുട്ടി തന്നെ ആയിരിക്കും കേട്ടോ. ഒരു കൈ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ സൂക്ഷ്മമായി നോക്കുന്നതും പണ്ട് ഇവളൊരു ഡോളിന് തുന്നുമായിരുന്നു, കൈയും കാലൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ പെൺകുട്ടിയും ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ കാണാൻ ഇവളാണെങ്കിൽ ഇവളുടെ സ്കേപ്പിലെടുത്ത് പതുക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ടൈമിലാണ് ഒരു കോള് വരുന്നത്. ഇവൾ ആകെ ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. ഫോൺ എടുക്കുന്ന ടൈമിൽ ഒരു അൺനോൺ നമ്പർ ആയിരിക്കും,
മോളെ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പേര് വിളിക്കുമ്പോൾ ഇവൾ അങ്ങ് ഷോക്കായി തരിച്ചങ്ങ് ഇരുന്ന് പോവുകയാണ് കേട്ടോ. എത്ര കാലമായി മോളെ സംസാരിച്ചിട്ട്, ഞാനാ മോളുടെ അച്ഛനാ, മോൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ആദ്യം ഒന്ന് ഷോക്കാകുന്നുണ്ടെങ്കിലും പിന്നീട് ധൈര്യത്തോട് കൂടിയിട്ട് തന്നെ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഒരു ട്രോളി തള്ളിക്കൊണ്ടു പോകുന്ന ശബ്ദം ഇവൾ കേൾക്കുന്നത് കേട്ടോ. ഈ അച്ഛനാണെങ്കിലോ എന്നാലും നാട്ടിൽ നമ്മൾ എന്തോരം സന്തോഷത്തിൽ ജീവിച്ചതാ, മോൾക്ക് ഓർമ്മയില്ലേ, ഹാപ്പി ബർത്ത്ഡേ, ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ, മറന്നുപോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ട്രോളിയുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് നടക്കുന്നുണ്ട്. ശരിക്കും ആ പെൺകുട്ടി ട്രോളി, അതായത് ഈ ഡെഡ് ബോഡീനെ അവൾ ഉപേക്ഷിച്ചിട്ട് തള്ളിക്കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇവളുടെ തൊട്ടടുത്തുള്ള റോഡിലൂടെ പോകുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് കാണുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ആ പെൺകുട്ടീനെ മിസ്സാവുകയാണ് കേട്ടോ. പിന്നീട് ഇവളാണെങ്കിൽ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് കൂടെ തന്നെ പോകുന്നതും അച്ഛനാണെങ്കിലും പഴയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അന്ന് ഞാൻ കിംബാപ്പ് വാങ്ങി തന്നിരുന്നു, ഒരുപാട് ഐസ്ക്രീം വാങ്ങി തന്നിരുന്നു, നീ ഒരുപാട് കഴിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ആകെ മൊത്തൊരു സൈലന്റ് ആണ് കേട്ടോ. ഇവളുടെ ശ്വാസോച്ഛ്വാസം വരെ ഇവൾക്ക് കേൾക്കാൻ കഴിയും. അന്ന് എനിക്ക് ഒരു സ്നേഹമൊന്നും നിന്നോട് കാണിക്കാൻ കഴിഞ്ഞില്ല, സ്നേഹത്തോട് കൂടിയിട്ട് കിംബാപ്പ് ഒന്നും തരാൻ കഴിഞ്ഞില്ല, ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ടെന്ന് അച്ഛൻ പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നേക്കെന്ന് പറയുന്നതും ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇവളുടെ അടുത്തേക്ക് ഒരു ടിൻ അങ്ങ് ഉരുണ്ട് വരികയാണ് കേട്ടോ. ഇവളാണെങ്കിലോ ആ ടിന്ന് ഉരുണ്ട് വന്ന ആ ഒരു സ്ഥലത്തേക്ക് നടക്കുന്ന ടൈമിൽ എന്താ കാണുന്നത്, ഒരു ട്രോളി അവിടെ ഇരിക്കുന്നതും അതിൻ്റെ മുകളിലായിട്ട് കിംബാപ്പ് എന്ന് പറയുന്ന ഫുഡ് ഐറ്റം ഇരിക്കുന്നതുമാണ് കേട്ടോ. ഇവളങ്ങോട്ട് വരുന്ന ടൈമിൽ അതാദ്യം കഴിക്കുന്ന അച്ഛൻ പറയുന്നതും ഇവളാണെങ്കിൽ നിങ്ങൾ എന്തേ ചെയ്യുന്നത്, റിവെഞ്ച് എടുക്കുകയാണെന്ന് ചോദിക്കുന്ന മകളോട് ചിരിച്ചുകൊണ്ട്, റിവെഞ്ചോ എന്തിന്, നീ അത് കഴിക്ക്, അച്ഛൻ എന്തുമാത്രം വിഷമമുണ്ടെന്ന് നിനക്ക് പറഞ്ഞാൽ അറിയത്തില്ല, ഒരുപാട് കാലമായിട്ട് നിന്നെ കാണാതിരുന്നിട്ടും ഞാൻ നല്ല സന്തോഷത്തിലൊക്കെ ആയിരുന്നുവെന്ന് ഇയാൾ പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിൽ ആ മുറിവിലേക്കാണ് കേട്ടോ നോക്കുന്നത്. ഒരിക്കലും എൻ്റെ കയ്യിൽ ഇങ്ങനെ പട്ടി കടിച്ച് മുറിവായി വന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ഈ ഡോഗ് കടിക്കുന്ന ടൈമിൽ കൈ ഇങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആഴത്തിൽ കടിക്കും, അതായത് മുറിവ് കുറച്ചുകൂടി ആഴത്തിലാകുമെന്ന്. അതിന് പകരം അതിൻ്റെ കഴുത്തിൽ ശക്തിയായിട്ട് അമർത്തി പിടിക്കുകയാണെങ്കിൽ അതിന് ശ്വാസം പോലും കിട്ടാതെ പിടഞ്ഞ് അതിന് വായ തുറക്കുന്നത് വരെ സമയം കിട്ടും. അങ്ങനെയാണെങ്കിൽ എളുപ്പമായിട്ട് കാര്യങ്ങൾ തീരുമെന്ന് ഇതിവൾ പറയുന്ന ടൈമിൽ കേൾക്കുന്ന അച്ഛനാണെങ്കിൽ അച്ഛൻ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും മോൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്നാണ് ഇയാളെ തിരിച്ചു ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ നിങ്ങൾ എന്നെ കടിച്ചു, സോ ഞാൻ വലിക്കാൻ നോക്കിയ ടൈമിൽ അത് ആഴത്തിൽ മുറിവുണ്ടാക്കിയെന്ന് ഇവൾ പറയുമ്പോൾ ഇയാളാണെങ്കിൽ വീണ്ടും ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, നമുക്ക് കുറച്ച് ഫണ്ണായാലോ, മുന്നത്തെ പോലെ ഞാൻ റെഡിയാണെന്ന് ഇവൾ പറയുന്നതും ഇത് കേൾക്കുന്ന ഇവളുടെ അച്ഛനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനി വീണ്ടും നമുക്ക് കാണേണ്ടി വരും എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഇയാൾ അങ്ങ് കോള് കട്ട് ചെയ്യുന്നതും ഇവളാണെങ്കിലോ ആ ഫുഡ് ഐറ്റംസ് ഒരു മടിയില്ലാതെ അങ്ങ് കഴിക്കുന്നതും കാണിച്ചിട്ടുള്ള ഒരു ക്രീപ്പി സീനോട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്.